ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ആനിവേഴ്സറി സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ലേന്ന്. സത്യം പറഞ്ഞാൽ വലിയ സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സുമായിട്ട് ഒന്ന് പുറത്ത് പോയി കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ, അത്രയാണ്. ഫംഗ്ഷൻ എന്നും പറയാൻ പറ്റില്ല, അവരെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ പാർക്കിൽ കൊണ്ടുപോയിട്ട് കേക്ക് കട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തതും പോകുന്നതും മനുവാടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ കുഞ്ഞുമാവനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പക്ഷേ ഇവിടെ ഫുജേറയിലെത്തിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിങ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞതും. പിന്നെ നമ്മളെ കൂടെ തന്നെ രാഹുലേട്ടനാണ് ഈ ഒരു വീഡിയോസൊക്കെ എടുത്തത്. കാരണം എനിക്കൊരു വീഡിയോക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്ര പോലും ഞാൻ ഈ ഒരു കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മൈൻഡിൽ ഒരു കുഞ്ഞുമാവനെ കാണുക, ഫുഡ് എന്തെങ്കിലും കഴിച്ച് തിരിച്ചു വരിക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ റൂംമേറ്റ് അവർ കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ ആയിരുന്നു ഞാൻ വിചാരിച്ചത്. സെലിബ്രേഷൻ അല്ലെങ്കിലും ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ, അവർക്ക് കൂടെ ഒരു സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു ഉണ്ടായത്. പക്ഷേ എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്തു. കുറേ നാളിന് ശേഷമാണ് ഇവരൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഞാനൊന്ന് സൈഡായി, പനിയൊക്കെ വന്നിട്ട്. അതിന് ശേഷം മോൾക്കും പനി കിട്ടി. അപ്പോൾ എല്ലാവരും കൂടി സൈഡായതിനു ശേഷം ഒന്ന് ഫ്രീ ആയത് ഇപ്പോഴാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു ആനിവേഴ്സറി ഒക്കെ വന്നപ്പോൾ എല്ലാവരും കൂടി കാണാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റായിരുന്നു കേട്ടോ. അമ്മു ആകാശ് ബ്രോവും കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റായിരുന്നു അത്, ആ ഒരു ആമ. പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വലിയ സൈസാണ്, നല്ല ക്യൂട്ടായിട്ടും അതുപോലെ നല്ല സ്പോഞ്ചായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾ ഇപ്പോഴും അതെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ആനിവേഴ്സറി വിഷസൊക്കെ തന്നു എല്ലാവരും. പിന്നെ ഇതൊക്കെയാണ് ലൈഫിൽ മറക്കാൻ പറ്റാത്ത മെമ്മറീസ് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പ്ലാൻ ചെയ്ത കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത സ്പോട്ട്, അതായത് കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ ഈ ആനിവേഴ്സറി ഓഗസ്റ്റ് 16 രാത്രിയും രാവിലെയൊക്കെ ആയിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആരെങ്കിലും എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആയത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായത് ഒരു പാണ്ടയൊക്കെ ഫ്രണ്ടിൽ വരുന്നിട്ടുണ്ടായ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അതിലത്തെ ആ ഒരു പാണ്ടേൻ്റെ മുഖം വന്നതുകൊണ്ട് തന്നെ എനിക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ മോളത് ബോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അവസാനം ലുലുന്ന് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കയറിയിട്ട് മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ ആകെ മൊത്തം നാണക്കേടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരുമായിട്ട് ഷെയറൊക്കെ ചെയ്ത് കഴിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിലും ഒരുപാട് പേര് നെഗറ്റീവ് എന്നല്ല, കുറേ പേര് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. വയനാട്ടിൽ ഇത്ര ദുരന്തം പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കിങ്ങനെ ആഘോഷിക്കാൻ മടിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിയാണ്, വയനാട്ടിൽ വലിയൊരു ദുരന്തം കഴിഞ്ഞു. നേരിട്ട് ആരും അവരവരുടെ കാര്യം ചെയ്യാതിരിക്കുന്നില്ലല്ലോ. നമ്മളതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ നമുക്ക് എപ്പോഴും അതിനെക്കൊണ്ട് അത് ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ശരിക്കും ആ ഒരു ഇത്രയും വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്ത് അവർ തന്നെ അവരുടെ ഡെയിലി റുട്ടീൻസിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ കമൻറ്റ് ഇതുപോലെ നെഗറ്റീവായിട്ട് വന്ന് പറയുന്ന, ആഘോഷിക്കാൻ നാണോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് പറയുന്നവരോട് ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്, ഒത്തിരി സങ്കടമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സഹായം, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ഇനിയും നമ്മളത് ആലോചിച്ച് വിഷമിച്ച് വീഡിയോസൊന്നും ചെയ്യാതെ ഡള്ളായി വിഷമിച്ചിരിക്കണം എന്ന് പറയുന്നതിനോട് ശരിക്കും എനിക്കറിയില്ല അത് എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിനി എന്തോ തോന്നുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനീ പറഞ്ഞതിനോട് യോജിപ്പുണ്ടോയെന്നോ, വിയോജിപ്പാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കാരണം അഭിപ്രായങ്ങൾ നമുക്കറിയാലോ. ആഘോഷങ്ങളൊന്നും അങ്ങോട്ട് പാടില്ല എന്നാണോ അറിയില്ല. എന്തായാലും ഇത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ കൂടി വിചാരിക്കാതെ നമുക്ക് കിട്ടിയൊരു ഹാപ്പിനെസ് ആയിരുന്നു, ഈ ഒരു സർപ്രൈസ് ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ ആ ഒരു സർപ്രൈസിൻ്റെ ഭാഗമാവാന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു സെലിബ്രേഷൻ പോലെ നമ്മൾ ആ ഒരു ഡേ ഒന്ന് ആഘോഷിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ മോള് ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഫുള്ള് വാരി വെതറിയൊക്കെ. അപ്പോൾ അവളെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടും സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചു കൊടുത്തങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലായ്പ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാറ്. ഇപ്രാവശ്യം ഞാൻ അതിൽ നിന്ന് മാറി. അതായത് എനിക്കിന്ന് ഇപ്രാവശ്യം ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മോളെയൊക്കെ കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള വർക്കിലേക്ക് ഞാൻ വരണത്രേ. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് മനുവാട്ടിന് ഞാൻ ഗിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ മനുവാട്ടിന് ഈ ഒരു നിൽക്കുന്ന പോസ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എന്നല്ലേ. ശരിക്കും ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ആകെ ബോറടിച്ച് നിൽക്കുവാണ്. തരുന്നുണ്ടെങ്കിൽ ടാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ.
അവസാനം ഞാൻ കൊടുത്തു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻ എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ സൂര്യമനം 402 വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ. അപ്പോൾ ഇതുപോലൊരു ഗിഫ്റ്റ് ഹാമ്പറാണ്, ചോക്ലേറ്റാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഡീഷണലായിട്ട് ഇതുപോലൊരു ഫ്രെയിമും അതുപോലെ തന്നെ ഫോട്ടോസും പിന്നെ മോളുടെ ഫോട്ടോ വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ അഡീഷണൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നി. കിക്കേറ്റ് വെച്ചിട്ടുള്ള ഒരു ഹാമ്പറായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ ഇതിൻ്റെ എന്തായാലും ഞാൻ വിഷ്വൽസ് കാണാം. മനോഹരനെ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതിന് മുന്നേ ഇതിൻ്റെ ചെറിയൊരു ഒരു 3-4 ലെയർ വരുന്ന ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫോട്ടോസ് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതിയിട്ട് ഒന്നും കൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള വിഷ്വൽസ് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് വിഷമമുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ക്രിയേറ്റീവായിട്ടുള്ള വർക്കൊന്നും ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ സർപ്രൈസ്. അപ്പോൾ ഈ ഒരു വർഷം ഇങ്ങനെ അങ്ങ് പോയി. ശരിക്കും പെട്ടെന്ന് ഓരോ വർഷം തീരുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ കഴിഞ്ഞ വർഷം ആഘോഷിച്ചിട്ട് ഒരുപാട് പേര് ഇതുപോലത്തെ ആക്രി ഗിഫ്റ്റൊക്കെ അല്ലേ പാവം മനുവേട്ടന് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയൊക്കെ പറഞ്ഞതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ പിന്നെയും വന്നു ആനിവേഴ്സറി. അതൊക്കെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കൊല്ലം പോവുകയാണ്. അപ്പോൾ സർപ്രൈസിങ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റൂംമേറ്റ് ആയിട്ടുള്ള മുബി നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതായിരുന്നു കേട്ടോ. അതൊട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു. പക്ഷേ ചെറിയൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്തു. വിഷമം എന്നല്ല, ഞാൻ ചെറുതായിട്ട് അവളോടൊന്ന് ചൂടായി. കാരണം അവൾ ജോലി അന്വേഷിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചിലവൊക്കെ കൂടി ചെയ്തപ്പോൾ എനിക്കതൊരു ഭയങ്കര വിഷമം പോലെ ഫീൽ ചെയ്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സ്പ്രഷനിൽ നിങ്ങൾക്കത് ചിലപ്പം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇടയ്ക്കിടയിൽ ഞാൻ അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു, കണ്ടോ. അപ്പോൾ പക്ഷേ അതൊക്കെ അവളുടെ ഒരു ഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ അവൾ ഷെയർ ചെയ്തതാണ്. നല്ലൊരു കിട്ടിലൻ ഫോട്ടോ ഫ്രെയിം, അതിൻ്റെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബൊക്കെയായിരുന്നു. എനിക്കിതുപോലെ നല്ല റോസ്, അതായത് ഫ്രഷ് റോസൊക്കെ കിട്ടൽ കുറവാണ് കേട്ടോ. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു വാലൻറ്റൈൻസ് ഡേക്കോ, അങ്ങനെ ബർത്ത്ഡേക്കോ വാലൻറ്റൈൻസ് ഡേക്കോ അങ്ങനെ ഏതോ ഒരു ദിവസം മനുവാട്ടം തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള റോസ് ഗിഫ്റ്റ് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള എല്ലാവരും കൂടിയിട്ട് പിറ്റേത്തെ ദിവസം ബിരിയാണിയൊക്കെ വാങ്ങിച്ച് നമ്മളെല്ലാവരും കഴിച്ചു. ഇതൊക്കെയായിരുന്നു ഈ വർഷത്തെ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീട്ടിലേക്ക് തന്നെയാണോ വന്നിട്ടുണ്ടായതെന്ന്. പഴയ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. വെള്ളമൊക്കെ കയറിയിട്ട് ആകെ നാശമായിട്ടുണ്ടെങ്കിലും അതൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ഇങ്ങനെ അങ്ങ് പോയി എന്ന് പറയാം. അപ്പോൾ എല്ലാവരും കൂടിയായപ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് തന്നെയായിരുന്നു. ഒരുപാട് നാൾ എപ്പോഴും നമുക്കിനി മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ എടുത്ത് കാണാമല്ലോ ഈ ഒരു വീഡിയോസൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.